അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ എങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ താഴെയായിട്ട് കാണുന്ന അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ഇപ്പോൾ ആഡ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീഡിയോയോ ഫോട്ടോസോ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ മുകളിലായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ധാരാളം മ്യൂസിക് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിവിടെ ആർട്ടിസ്റ്റിൻ്റെ നെയിമോ അല്ലോ സോങ്ങോ നമുക്കിവിടെ സെർച്ച് ചെയ്തും കണ്ടുപിടിക്കാവുന്നതാണ്. സോങ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ മ്യൂസിക് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ താഴെ കാണുന്ന സ്ലൈഡർ നീക്കി നമുക്ക് മ്യൂസിക്കിൻ്റെ ഏത് ഭാഗമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് മ്യൂസിക് ഓൺലിയിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് 4 രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. 4 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ മ്യൂസിക്കിൻ്റെ കവർ ഫോട്ടോ നമുക്ക് 4 രീതിയിൽ ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ സ്റ്റാറ്റസ് നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്.